റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സ്കൂൾ കെട്ടിടത്തിൽ ഭീതിയോടെ കുട്ടികൾ കഴിയുകയാണ്. പല സ്കൂളിലും ഉണ്ട് കേട്ടോ ഈ അവസ്ഥ. ഇപ്പോൾ തിരുവനന്തപുരത്ത് മുട്ടത്തറ പൊന്നര ശ്രീധർ UP സ്കൂളിലാണ് നിലംപൊത്താറായ നിലയിൽ ഒരു കെട്ടിടമുള്ളത്. LKG ക്ലാസ് മുറിക്ക് സമീപത്താണ് ഈ കെട്ടിടമുള്ളത്. കുട്ടികൾ കെട്ടിടത്തിന് സമീപത്തേക്ക് എത്താതിരിക്കാനുള്ള സജ്ജീകരണങ്ങളില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും 10 വർഷമായിട്ടും ഒരു നടപടിയുമില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. മുട്ടത്തറ സ്കൂളിൽ നിന്നും റഹീസ് റഷീദും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അവിടെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി നിൽക്കുകയാണ് ഒരു കെട്ടിടം. 10 വർഷമായിട്ട് ആ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ കിടക്കുന്നു. കുട്ടികളൊക്കെ അതിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് കളിക്കുകയോ അവരെങ്ങാനും എന്തെങ്കിലും ഓടിപ്പോയി അതിൻ്റെ അടുത്തേക്കൊക്കെ പോവുകയൊക്കെ ചെയ്താൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലേ? കാട് പിടിച്ച് കിടക്കുകയാണ്. നഗരത്തിൻ്റെ മധ്യത്തിലാണ്, മുട്ടത്തറയിലാണ് ഈ കെട്ടിടം ഇങ്ങനെ കിടക്കുന്നത്. ഈ പരിസരമൊക്കെ വൃത്തിയാക്കാൻ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? ഇതൊക്കെ വിചാരിച്ച് നടപ്പാവുന്ന കാര്യമല്ലേ? എന്താ ഇത് നടപ്പാക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. റഹീസുണ്ട്. റഹീസ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാതായ കെട്ടിടമാണ്. മാത്രമല്ല സാമൂഹ്യ വിരുദ്ധ ശല്യമൊക്കെ ഉണ്ടാവാൻ ഇടയുള്ളൊരു സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നു. എന്താണിത് പൊളിച്ച് കളയാത്തത്? അതിനെന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഒരു തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളുമില്ല. പക്ഷെ 10 വർഷമായി പൊളിച്ച് മാറ്റിയിട്ടില്ല. അതിൽ പകുതി വീണു. ഇത് കാണുന്നില്ലേ? ബീം അവിടുന്ന് കോൺക്രീറ്റ് ബീം താഴേക്ക് വീണിങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്ത് അപകടം കാണിച്ചു തരാം. തൊട്ടിപ്പുറത്ത് ഞാൻ നിൽക്കുന്നതിന് ഈ വീണ് കിടക്കുന്നതിന്റെ തൊട്ടിപ്പുറത്താണ് കുട്ടികളുടെ വാഷ്റൂം ഉള്ളത്, ബാത്റൂം ഉള്ളത്. ഈ ബാത്റൂം ഉള്ള സ്ഥലത്ത് നിന്ന് ഇത് LP UP സ്കൂളാണ്. ബാത്റൂം ഉള്ള സ്ഥലത്ത് നിന്ന് കുട്ടികൾക്ക് ഇങ്ങോട്ട് ആർക്കും കടന്നു വരാം. ചെറിയൊരു ഒരു കമ്പ് വെച്ച് പോലും ഇങ്ങോട്ട് കടക്കരുത് എന്ന് തടസ്സമില്ല. തൊട്ടിപ്പുറത്താണ് ക്ലാസ് മുറി. ഇതാണ് വീണ് കിടക്കുന്ന സ്ഥലം. ഇതാണ് ക്ലാസ് മുറി. ഈ ക്ലാസ് മുറിയിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്ലാസ് മുറിയാണ്. ഈ ഭാഗത്തൂടെ കുട്ടികൾ നിരന്തരം ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വേലി പോലുമില്ല. ഇത് എത്ര നാളായി വീണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആല് നോക്കുക. കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അകത്താണ് ആ ആൽമരം വളർന്നു നിൽക്കുന്നത്. ഇതിന്റെ അകത്തേക്ക് പോയ വേരൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കൃത്യമായി കാണാൻ പറ്റും. ഇത് ഒരു കെട്ടിടത്തിന്റെ പൊളിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലമാണ്. അത് മാറ്റാതെ കിടക്കുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്തേക്ക് പോകുമ്പം ഏത് നിമിഷവും താഴേക്ക് വീഴാൻ പറ്റുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടം കാണാം. ഇതൊക്കെ കണ്ടോ? പൊളിഞ്ഞു വീണ കെട്ടിടമാണ്. 10 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് ഓർക്കണം. കുഞ്ഞുങ്ങൾ LP സ്കൂളിലെയും UP സ്കൂളിലെയും കുട്ടികൾ പഠിക്കുന്ന തിരുവനന്തപുരത്തെ തലസ്ഥാന ഹൃദയത്ത് ആന്റണി രാജുവിന്റെ മണ്ഡലത്തിൽ V ശിവൻകുട്ടി, ഇതിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വസതിയുള്ളത്. അവിടെ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ അവസ്ഥ. ഈ കെട്ടിടത്തിന്റെ അവസ്ഥ അരുൺ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇവിടെ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പേടിക്കണം. മൊത്തം വീണ്ടു. ഇതിലേക്ക് സ്ഥിരം കുഞ്ഞുങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. എപ്പോ വേണമെങ്കിൽ മറ്റ് ബീം താഴെ വീണതുപോലെ ഇത് താഴേക്ക് വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. ക്ലാസ് മുറിയുടെ അകത്തേക്ക് ഇത് ഉപയോഗിക്കുന്നില്ല, അത് നമുക്ക് എടുത്തു പറയണം. പക്ഷേ ഏത് സമയം ആർക്കും ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ കയറിയതുപോലെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് കുഞ്ഞുങ്ങൾക്കും ഇതിനകത്തേക്ക് കയറാം. അതാണ് അവസ്ഥ. ഇതിനകത്ത് ആൽമരം, ഇതിനകത്ത് ആ മുറിക്കകത്ത് നോക്കുമ്പോഴാണ് ഇത് പ്രേത കൂടാരം എന്നൊക്കെ പറയില്ലേ, നോക്ക് ആ ഭിത്തിയിലേക്ക് നോക്കിയാൽ. ഈ ഭിത്തിയിലേക്ക് നോക്കൂ അരുൺ. ആൽമരം, നമ്മൾ നേരത്തെ കണ്ട ആൽമരത്തിന്റെ വേരാണ് ഈ ഭിത്തിയിലൂടെ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് അവസ്ഥ? ഇവിടെ ഒരു PTA ഇല്ലേ? ഇവിടെ ഒരു അധ്യാപകരില്ലേ? ഇവിടെ ഒരു സംവിധാനമില്ലേ എന്ന് നമ്മൾ ചോദിക്കും. ആൽമരം തറയിലൊക്കെ നമ്മൾ ടൈൽസ് ഇട്ടതുപോലെ ആൽമരത്തിന്റെ വേരുകൾ പോകുന്നതാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള പരാതികൾ കൊടുത്തു. മുഖ്യമന്ത്രിക്ക് മുതൽ വാർഡ് കൗൺസിലർക്ക് വരെ പരാതി കൊടുത്തു. ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവിടെയുള്ള അധ്യാപകരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. ഇത്ര ഒരു അവസ്ഥയിൽ തലസ്ഥാനത്തിന്റെ ഹൃദയത്താണ് ഇതെന്നും കൂടി ഒന്ന് ഓർക്കണം അരുൺ. ഓക്കെ, ഇത് തീർച്ചയായിട്ടും ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം നഗരത്തിലാണ് മന്ത്രിയുടെ ശ്രദ്ധ പതിയേണ്ട ഒരു സ്ഥലമാണ്. എന്താണെന്നങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. 10 വർഷമായിട്ട് അതങ്ങനെയുള്ള അവസ്ഥയിലാണ്. മുട്ടത്തറ UP സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും സുരക്ഷിതത്വം ഇല്ല. മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഈ കുറുമ്പന്മാർ അങ്ങോട്ട് കയറി പോവാം. സാറ്റ് കളിക്കാനൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയാൽ അധ്യാപകർക്ക് നോക്കിയിരിക്കാൻ പറ്റുമല്ലേ റഹീസ്?
അതാണ് അരുൺ, ഇതിനകത്ത് സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് കുട്ടികൾ വരാതിരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഞാനിപ്പോ കയറി വന്നതുപോലെ ഇവിടുത്തെ ഏത് കുട്ടിക്കും ഇങ്ങോട്ട് കയറി വരാം. ഇഴജന്തുക്കൾ ഇവിടുന്ന് സ്ഥിരമായി പിടിക്കുന്നുണ്ട് എന്നാണ് ഇതിന് പരാതി കൊടുത്ത നാട്ടുകാർ പറഞ്ഞത്. ഇതിൽ നിരന്തരം ഈ സ്കൂൾ വിഷയത്തിൽ പരാതി കൊടുത്ത ഒരു സുമേഷ് നമുക്കൊപ്പം ഉണ്ട്. നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? ഇത് നിരന്തരമായിട്ട് പരാതി കൊടുക്കുമ്പോൾ ഉടനെ ശരിയാക്കാമെന്നുള്ളൊരു മറുപടി അല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ കേട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷിതമായി കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ പഠിക്കാനോ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ അധ്യാപകർ തികച്ചും മാന്യമായിട്ടാണ് അവർ വരുന്നത്. അവർക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ. പാമ്പ് ഇവിടുന്ന് ഇടയ്ക്ക് നിങ്ങൾ പിടിക്കാറുണ്ട്? അതെ അതെ അതെ, പാമ്പുണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ കൗൺസിലിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഒരു പരിഹാസ രൂപേണ അല്ലാതെ ഈ കുട്ടികൾക്ക് ഒരു സുരക്ഷിതം ഇതുവരെയായിട്ട് ഉറപ്പ് തന്നിട്ടില്ല. അതാണ് അരുൺ, ഇത് പൊളിഞ്ഞു വീഴായ കെട്ടിടത്ത് നമ്മൾ നിൽക്കുന്നു. ഈ കാണുന്നതാണ് ക്ലാസ് മുറികൾ. LP സ്കൂളാണ് ഈ താഴെ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും റഹീസ്, അതിന്റെ ഫോളോ അപ്പ് നമുക്ക് വേണം. മന്ത്രിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം. മന്ത്രിയുടെ മണ്ഡലത്തിന് തൊട്ടടുത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഇത് മന്ത്രിയുടെ മണ്ഡലത്തിലാണോ എനിക്ക് നിശ്ചയമില്ല. എന്നാൽ പോലും അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ പതിയേണ്ടതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അവർക്കിത് പറയാനേ കഴിയൂ എന്നുള്ളതാണ്. കൊച്ചു കുട്ടികളാണ്. ഇത് മന്ത്രി കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മന്ത്രി അക്കാര്യം ശ്രദ്ധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.